നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രുതി ഇജെ, ആയുർവേദ ഗൈനക്കോളജിസ്റ്റ്. പൊതുവേ നാം സ്ത്രീകൾ കേൾക്കുന്ന ഒരു വാചകമാണ്, പെണ്ണായാൽ കുറേ വേദനയൊക്കെ സഹിക്കേണ്ടി വരും അല്ലേ. അത് എല്ലാ സ്ത്രീകളും അനുഭവിക്കുന്നതാണ്. പ്രത്യേകിച്ച് മെൻസസ് വേദന, പീരീഡ്സിൻ്റെ പെയിൻ എന്നൊക്കെ പറയുന്ന പെൺകുട്ടികളോടൊക്കെ നമ്മൾ പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ ഇതൊക്കെ പറഞ്ഞു പോകാറുണ്ട്. അപ്പോൾ ഒരു വേദന വരുമ്പം ഇതൊക്കെ സ്വാഭാവികമായ ഒരു സ്ത്രീ ജീവിതത്തിൻ്റെ ഭാഗമാണെന്നും അങ്ങനെ ഒരു പെൺകുട്ടിയെ ഒരു മെൻസസിനെയും അവളൊരു പെണ്ണായി പോയതിനെയും ഒക്കെ ഒരു വെറുക്കുന്ന ഒരു അവസ്ഥയിലൂടെ പെൺകുട്ടികൾ കടന്നു പോകാറുണ്ട്. പക്ഷേ പലപ്പോഴും ഇത് നമ്മുടെ ഭാഗത്തുനിന്ന് വരുന്നൊരു മിസ്റ്റേക്കാണ്. ഒരു മെൻസസിന് വേദന എന്ന് പറയുന്നത് അത്ര എല്ലാവരും സഹിക്കേണ്ട ഒരു കാര്യമോ അത് നോർമലോ അല്ല. അപ്പോൾ ശരീരത്തിലുള്ള പലതരം മാറ്റങ്ങൾ കൊണ്ടാണ് പലപ്പോഴും പെൺകുട്ടികൾക്ക്, മുതിർന്നവരിലാണെങ്കിലും വേദന മെൻസസിന് ഒരു പരിധിയിൽ കൂടുതൽ, മെൻസസിന് ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാവുക, ചെറിയ ക്ഷീണം തോന്നുക, ചെറിയൊരു അടിവയറിലൊരു പ്രശ്നങ്ങളൊക്കെ തോന്നുക എന്നുള്ളതൊക്കെ സ്വാഭാവികം. നമുക്ക് ഒരു സ്കൂളിൽ പോലും പോകാൻ വയ്യാത്ത പോലെ, ജോലിക്ക് പോകാൻ വയ്യാത്ത പോലെ, എണീറ്റ് നിൽക്കാൻ വയ്യാത്ത പോലെ, കുനിഞ്ഞ് മാത്രം നടക്കുന്ന പോലെ അത്ര സിവിയർ ആയിട്ടുള്ളൊരു വേദന എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ പലവിധ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ ഉണ്ടാവുന്നതാണ്. പലതാവാം പലരുടെയും പ്രശ്നം. രക്തക്കുറവ്, അനീമിക് ആണെങ്കിൽ മാത്രം മെൻസ്ട്രുവൽ ക്രാംസ് വളരെ ശക്തമായിട്ട് വരാം. നമ്മുടെ വേദനേൻ്റെ അളവ് തീരുമാനിക്കുന്നത് പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്ന് പറഞ്ഞൊരു പദാർത്ഥമാണ്. അത് രക്തത്തിലേക്ക് എത്രമാത്രം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു, രക്തത്തിലേക്ക് എത്രമാത്രം കലരുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ സിവിയർ ആയിട്ടുള്ള വേദന വന്നേക്കാം. അതുപോലെ ശരീരത്തിൽ വരുന്ന ഒരു പലതരത്തിലുള്ള ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് എന്ന് പറയും. അതായത് പലതരത്തിലുള്ള നീർക്കെട്ടുകൾ, യൂട്രസിന് വരുന്ന പ്രശ്നങ്ങൾ, യൂട്രസിൻ്റെ മസിൽസിന് വരുന്ന ഒരു വീക്ക്നെസ്. അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ ആയിട്ട് ഇതിന് ബന്ധമുണ്ട്. കൃത്യമായിട്ടുള്ള രക്തം വെക്കുന്ന തരത്തിലുള്ള ഭക്ഷണം കഴിക്കാതെ, സ്ഥിരം വ്യായാമക്കുറവ്, അതായത് നമ്മുടെ യൂട്രസ്, ഓവറി എന്ന് പറയുന്ന നമ്മുടെ അടിവയറിലുള്ള നമ്മുടെ പ്രത്യുൽപാദനാവയവങ്ങൾക്ക് കൃത്യമായിട്ടുള്ള എക്സസൈസുകൾ കിട്ടാതെ വരിക, നമ്മളൊന്ന് ഇരിക്കാറോ, നമുക്കറിയാം തുടർച്ചയായിട്ടുള്ള ഇരുത്തം വരുന്ന ജോലികളിൽ, കുട്ടികളാണെങ്കിൽ പോലും സ്കൂൾ ബസ്സിൽ പോവുക, ക്ലാസ്സിലിരിക്കുക, തിരിച്ചു വരിക, ഒരു നമുക്ക് നടന്നോ കുനിഞ്ഞോ ഇരുന്നോ ഒന്നുമുള്ള എക്സസൈസ് ഇല്ലാത്തതെല്ലാം വേദനേൻ്റെ തോത് കൂട്ടാം. ശരിയായ രീതിയിൽ വെള്ളം കുടിക്കാത്തത് ഒക്കെ വേദനയ്ക്ക് കാരണമാകാം. അപ്പോൾ ഇത് ഓരോരുത്തരിലും കാരണങ്ങൾ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അതിനെ കൃത്യമായിട്ട് കണ്ടുപിടിച്ച് നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള മരുന്നുകളിലൂടെ നമുക്ക് ആർത്തവ വേദന എന്ന് പറയുന്നൊരു സംഭവം മാറ്റിക്കൊടുക്കാൻ സാധിക്കും. കുഞ്ഞുങ്ങളെ കൊണ്ട് വെറുതെ നമ്മൾ ഇത്രമാത്രം വേദന അനുഭവിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. അത് അവർക്ക് ലോങ് ടേം ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഈ വേദന ഉണ്ടാക്കും. കാരണം എൻഡോമെട്രിയോസിസ് പോലെയുള്ള ചിലതരം അസുഖങ്ങളുടെ മുന്നോടിയായിട്ട് ഇത്ര ശക്തമായിട്ട് വേദന വരാം. ഇനി അല്ലാതെ തന്നെ നോർമൽ വേദന വന്നാൽ തന്നെ അത് അവരോടുള്ള ഒരു ജീവിതത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു സ്ത്രീയുടെ ഒരു മാനസികാവസ്ഥയിൽ വരുന്ന വ്യത്യാസങ്ങൾ, അങ്ങനെ ഭാവിയിൽ പോലും പലതരത്തിലുള്ള ഇമോഷണൽ പ്രശ്നങ്ങൾക്ക്, റിലേഷൻഷിപ്പ് പ്രശ്നങ്ങൾക്കൊക്കെ കാരണമായേക്കാവുന്ന ഒന്നുകൂടിയാണ് ഇത്തരത്തിലുള്ള അതിശക്തമായ വയറുവേദന എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് കൃത്യമായിട്ട് കണ്ടുപിടിച്ച് പരിഹരിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ ആയുർവേദത്തിൽ വളരെ സിമ്പിളായിട്ടുള്ള റെമഡികളിലൂടെ ഒട്ടും സൈഡ് എഫക്റ്റ് ഇല്ലാതെ നമുക്കതിനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നിരിക്കെ പോലും അധികാരം ഇത് ഓപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത്, വേദന സഹിച്ചും പെയിൻ കില്ലർ കഴിച്ചുമൊക്കെ മുന്നോട്ട് പോകുക എന്നുള്ളതിന് നമ്മുടെ വിവരക്കേട് എന്നല്ലാതെ വേറെ ഒന്നും അതിനെ പറയാനില്ല. അപ്പോൾ അത് കൃത്യമായിട്ട് ഉപയോഗിക്കുക, ഓരോത്തിൻ്റെയും സാഹചര്യങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിച്ച് ജീവിതം കുറച്ചുകൂടെ എളുപ്പമുള്ളതാക്കി തീർക്കാൻ നിങ്ങൾ മക്കളെ സഹായിക്കുക.